സോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ആണ്, അല്ലെങ്കിൽ ടൈം ഫ്രെയിം അലൈൻമെന്റ് എന്ന് പറയും. സോ ഇതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു എൻട്രി മോഡൽ പഠിച്ചതിന് ശേഷം ആ ഒരു ഫിക്സഡ് ടൈം ഫ്രെയിമിൽ പോയിട്ട് ആ ഒരു ടൈം ഫ്രെയിമിൽ മാത്രം മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ എൻട്രി ടൈം ഫ്രെയിമിൽ തന്നെ ട്രേഡ് എക്സിക്യൂഷനും മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കലൊക്കെ ആ ഒരു സിംഗിൾ ടൈം ഫ്രെയിമിൽ ചെയ്യണമായിട്ട് കാണാറുണ്ട്. ബട്ട് അതൊരു പ്രശ്നമായിട്ടല്ല പറയണത്. സോ ഈ ഒരു മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓക്കെ, മാർക്കറ്റ് എങ്ങോട്ടാണ് പോണത്, ഓവറോൾ മാർക്കറ്റ് ഡയറക്ഷൻ എന്താണ്, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മുടെ ലോ ടൈം ഫ്രെയിമിൽ എങ്ങനെ നമുക്ക് എൻട്രി എടുക്കാം. കുറച്ച് നമ്മുടെ ആ ഒരു പ്രോബബിലിറ്റി കുറച്ചുകൂടെ നമ്മളവിടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ് ഈ ഒരു മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് വെച്ചിട്ട്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഞാൻ എങ്ങനെയാണ് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യണത്. സ്ട്രാറ്റജിയിലോട്ട് ഞാൻ പോകണില്ല, ഓക്കെ, ബട്ട് സ്ട്രാറ്റജി നമ്മൾ വരുന്ന സെഷൻസിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ബട്ട് എങ്ങനെയാണ് ഞാൻ ആ ഒരു ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യണത്, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യണത്, ഈ ഒരു കാര്യം. ഓക്കെ, ഇപ്പോൾ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഞാൻ 3 ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു HTF ഉണ്ട്, MTF ഉണ്ട്, LTF ഉണ്ട്. സോ HTF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം, MTF എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ടൈം ഫ്രെയിം, LTF എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ടൈം ഫ്രെയിം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന 3 ടൈം ഫ്രെയിംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹയർ ടൈം ഫ്രെയിമായിട്ട് യൂസ് ചെയ്യണത് 4 അവർ ആണ്, മീഡിയം ടൈം ഫ്രെയിമായിട്ട് യൂസ് ചെയ്യുന്നത് 15 മിനിറ്റ് ആണ്, LTF ആയിട്ട് അല്ലെങ്കിൽ എൻട്രി ടൈം ഫ്രെയിമായിട്ട് ലോ ടൈം ഫ്രെയിമായിട്ട് ഞാൻ യൂസ് ചെയ്യണത് 1 മിനിറ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ 4 അവറിലും 15 മിനിറ്റിലും 1 മിനിറ്റിലും എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് ഞാൻ ട്രേഡ് ചെയ്യാൻ ഇരിക്കുന്ന ടൈം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ന്യൂയോർക്ക് ഓപ്പൺ ടൈമിനാണ് ഇരിക്കുന്നത്. അതായത് നൈറ്റ് ഒരു 8 PM to 10 PM ആ ഒരു സമയത്താണ് ഇരിക്കുന്നത്. ബട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈം 11:30 മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ ആ ഒരു മാർക്കറ്റ് ഓപ്പണിന് മുന്നേ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ 4 അവറിലായിരിക്കും എൻ്റെ അനാലിസിസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ നമ്മളുള്ളത് ഒരു 4 അവർ ചാർട്ടിലാണ്. ഓക്കെ, ഇവിടെ ഞാൻ 4 അവറിൽ എന്താണ് ചെയ്യണത്? ഓക്കെ, 4 അവറിൽ ഞാൻ പറയാം, 4 അവറിൽ ഞാൻ നോക്കണ കാര്യം ബയാസ് ആണ്. സോ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ, അതായത് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോണത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്യൂ അവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കമ്മിങ് ഡേ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ട് പോകാനാണ് ചാൻസസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ചയാണ്, മാർക്കറ്റ് ഓപ്പണിംഗ് ആണ്, ലണ്ടൻ സെഷൻ ആയിട്ടേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ നോക്കാം. ഇപ്പം ഇത് 4 അവർ ചാർട്ടാണ്. 4 അവർ ഞാൻ എങ്ങനെയാണ് ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ നല്ലൊരു സെല്ല് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു സെൽ ക്യാൻഡിലാണ് 4 അവർ. നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻറ്റ് മാർക്കറ്റ് ഡാറ്റ അനുസരിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡയറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നല്ലൊരു സെല്ല് വന്നിട്ടുണ്ട്. ആൻഡ് സെല്ലിന് മുന്നേ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു. ഈ ഒരു ഹൈ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഹൈ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്വിംഗ് ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്വിംഗ് ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ്. ആൻഡ് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു സെൽ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെൽ എന്താണ്, കുറച്ചുകൂടെ വാലിഡ് ആണ്. അപ്പോൾ കൈൻഡ് ഓഫ് എനിക്ക് ഇപ്പോൾ ഒരു ഡയറക്ഷൻ വ്യൂ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ ശരിക്കും ഇതിൻ്റെ മോളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, വിക്കിൻ്റെ ക്ലോസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടൊരു ബ്രേക്ക് അല്ല, ലിക്വിഡിറ്റി സ്വീപ്പ് തന്നെയാണ്. ആൻഡ് ആ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസിലൊരു സെൽ സൈഡ് ഡിസ്പ്ലേസ്മെൻറ്റും കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രൈസിന് ഏത് ഏരിയ വരെ പോവാം. ഓക്കെ, ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. നെക്സ്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഒരു സ്വിംഗ് ലോ അല്ലെങ്കിൽ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി വരെ പോവാം. അപ്പോൾ നെക്സ്റ്റ് എനിക്കൊരു 4 അവറിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ലോ ആണ്. ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്, ഒരു സെല്ല് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യാം, പ്രൈസ് ഈ ഒരു ഏരിയ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ 4 അവറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, 4 അവറിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സെൽ സൈഡ് എക്സ്പെക്റ്റേഷൻ ആണ് എനിക്കുള്ളത്. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാൻ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യണ 4 അവറിലാണ്. 4 അവറിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് മാർക്കറ്റ് പോകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്താണ്, ഈ ഒരു സെൽ സൈഡിലോട്ടാണ് മാർക്കറ്റ് പോകാൻ ചാൻസ് ഉള്ളത്. ഇതാണ് എനിക്ക് കറൻ്റ് കിട്ടിയിട്ടുള്ളൊരു ഐഡിയ. മീൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ സൈഡാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, നേരെ 15 മിനിറ്റിലോട്ട് പോകും. സോ 15 മിനിറ്റിലാണ് ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ നോക്കി പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കണം. അതായത് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
പി ഒ ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 15 മിനിറ്റിൽ ഞാൻ എന്ത് ചെയ്യും, ഓർഡർ ബ്ലോക്സ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ബ്രേക്ക് ബ്ലോക്സ്, ഈ ഒരു കാര്യങ്ങൾ പ്ലോട്ട് ചെയ്ത് വെക്കും. ആൻഡ് ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് വരുമ്പോഴായിരിക്കും ഞാൻ ട്രേഡ്സ് പ്ലാൻ ചെയ്യണത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെയറിഷ് ബയാസ് ആണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാം, നേരെ 15 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ലോ ടൈം ഫ്രെയിം അല്ല, മീഡിയം ടൈം ഫ്രെയിമിലോട്ട് എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ചാർട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇനി ഞാൻ പോണത് എങ്ങോട്ടാണ്? ഇനി ഞാൻ പോണ നേരെ 15 മിനിറ്റിലോട്ടാണ് ഞാൻ പോണത്. 15 മിനിറ്റിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, അവിടുത്തെ ഡയറക്ഷൻ എന്താണ് ആൻഡ് അവിടെ എന്തൊക്കെയാണ് ഫോം ആയിട്ടുള്ളത്. പിന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഇത് ഫ്രൈഡേ ആയിരുന്നു. സോ ഫ്രൈഡേ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് ഈ ഒരു സെല്ലൊക്കെ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ എൻ്റെ ഏരിയസ് മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നല്ലൊരു സെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 15 മിനിറ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഫസ്റ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇവിടെ നല്ലൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു 15 മിനിറ്റിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടൊക്കെ അത്യാവശ്യം ലിക്വിഡിറ്റി ബിൽഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടൊക്കെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ബിൽഡ് ആയിട്ടുണ്ട്. നമ്മൾ ഓവറോൾ ട്രെൻഡ് പറഞ്ഞത് എന്താണ്, ഒരു ബെയറിഷ് ട്രെൻഡാണ് പറഞ്ഞത്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഏരിയാസ് ബിൽഡ് ആയിട്ടുണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ബിൽഡ് ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയയിലോട്ട് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഒരു സെല്ല് പ്ലാൻ ചെയ്യും. അതായത് ഇവിടെ ഞാൻ 15 മിനിറ്റിലായിരിക്കില്ല ട്രേഡ് എടുക്കുന്നത്. സോ 15 മിനിറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു, 15 മിനിറ്റിൽ ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ എന്താന്ന് നോക്കും. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ പി ഡി അറേസ് മാർക്ക് ചെയ്ത് നോക്കും. സോ പി ഡി അറേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്, ബ്രേക്ക് ബ്ലോക്സ്, ഇതിനൊക്കെ കോമൺ ആയിട്ട് പറയുന്ന ഒരു ടേം ആണ് പി ഡി അറേസ്. ഓക്കെ, ഇപ്പോൾ 15 മിനിറ്റിൽ ഇപ്പോൾ ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ സാധനം ഞാൻ തരുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രെൻഡ് ബുള്ളിഷ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് 15 മിനിറ്റ് സ്ട്രക്ചറാണ്. ഇപ്പോൾ 15 മിനിറ്റിൽ എന്ത് ബെയറിഷ് ട്രെൻഡ് തന്നെ എടുക്കാം. ഓക്കെ, നമ്മുടെ കറണ്ട് ട്രെൻഡ് തന്നെ എടുക്കാം. ഇപ്പോൾ ട്രെൻഡ് ബെയറിഷ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ പോലെ ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു രീതിയിലുള്ള ഓർഡർ ബ്ലോക്സ്, ഫെയർ വാല്യൂ ഗ്യാപ്സ് മാർക്ക്, ഇവിടെ എനിക്കൊരു എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള പോലെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്താണ്, പ്രൈസ് ഈ ഒരു ഏരിയയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഈ ഒരു ഏരിയയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, പിന്നെ ഞാൻ നേരെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ടായിരിക്കും. ഓക്കെ, അതായത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇവിടെ വെച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യണത്, എൻ്റെ സെറ്റപ്പ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യണത്. ഇവിടെ വെച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ എൻട്രി കൺഫർമേഷൻ ഞാൻ നോക്കണം. ഓക്കെ, എൻട്രി കൺഫർമേഷൻ എപ്പോഴും ഞാൻ നോക്കണത് 1 മിനിറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ 15 മിനിറ്റിൽ ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കും. ഈ ഒരു രീതിയിൽ ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതായത് എൻ്റെ പി ഡി അറേസ് ഞാൻ മാർക്ക് ചെയ്തു. ഇനി എനിക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻ്റെ ടൈമിൻ്റെ അകത്ത് ഈ ഒരു പി ഡി അറേസിലോട്ട് പ്രൈസ് വന്നിട്ട് എനിക്ക് എൻട്രി കൺഫർമേഷൻ തരണം. എൻട്രി കൺഫർമേഷൻ എനിക്ക് കിട്ടേണ്ടത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. എൻട്രി കൺഫർമേഷൻ ഞാൻ പറയണില്ല, ജസ്റ്റ് ഈ ഒരു രീതിയിലാണ് ഞാൻ അവർ എൻട്രി നോക്കണത്. ആൻഡ് ഇതൊരു കൈൻഡ് ഓഫ് സ്കാൽപ്പിംഗ് എൻട്രി ആണ്. ഓക്കെ, ഞാൻ ചെയ്യണത് സ്കാൽപ്പിംഗ് ആണ്. ആൻഡ് ഇതുപോലെ തന്നെ ഒരു 3 ടൈപ്പിൽ നമുക്ക് എന്ത് നോക്കാം, ഈ ഒരു ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ഒരു സ്കാൽപ്പിംഗ് സെറ്റപ്പ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സ്വിംഗ് സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു പൊസിഷണൽ സെറ്റപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് സ്വിങ്ങിന് നിങ്ങൾ നോക്കുക, അതായത് കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ടുള്ള എൻട്രി മോഡൽസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇവിടെ HTF ആയിട്ട് എന്ത് യൂസ് ചെയ്യാം, വീക്ക്ലി ടൈം ഫ്രെയിം യൂസ് ചെയ്യാം. ആൻഡ് അവിടെ MTF ആയിട്ട് എന്ത് ചെയ്യാം, 4 hour ടൈം ഫ്രെയിം യൂസ് ചെയ്യാം. ആൻഡ് അവിടെ LTF ആയിട്ട് എൻട്രി ടൈം ഫ്രെയിം ആയിട്ട് എന്ത് യൂസ് ചെയ്യാം, 15 മിനിറ്റ് യൂസ് ചെയ്യാം. അതായത് ഇത്രയേ ഉള്ളൂ. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് നോക്കും, ബയാസ് നമ്മൾ നോക്കും, അതായത് ഏത് ഡയറക്ഷനിലോട്ടാണ് പ്രൈസ് പോകണം. ഇവിടെ ഞാൻ നേരെ ഇപ്പോൾ 4 hour നോക്കിയില്ലേ, സെയിം സാധനം എന്ത് ചെയ്യാം, 4 hour നോക്കുക. MTFൽ എന്ത് ചെയ്യാം, 4 hourൽ ഞാനിവിടെ ഇപ്പോൾ 15 മിനിറ്റിൽ പി ഡി റൈസ് മാർക്ക് ചെയ്ത് വെച്ചില്ല, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ് മാർക്ക് ചെയ്ത് വെച്ചില്ലേ, അതുപോലെ തന്നെ സ്ട്രക്ചർ നോക്കുക. ആൻഡ് അതുപോലെ തന്നെ പി ഡി റൈസ് മാർക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. ആൻഡ് 15 മിനിറ്റിലായിരിക്കും നമ്മൾ എന്ത് നോക്കണത്, നമ്മുടെ
എൻട്രി നമ്മൾ നോക്കണത് 15 മിനിറ്റിലായിരിക്കും. ഓക്കെ. ഈ ഒരു രീതിയിൽ എൻട്രി എടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി കുറച്ച് കുറച്ച് ഫ്യൂ അവേഴ്സ് അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു എൻട്രി വരുന്നത്. അതായത് ആ ഒരു ടാർഗറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ടൈം കാര്യങ്ങളെടുക്കും. ഓക്കെ. ബട്ട് ഫ്യൂച്ചേഴ്സിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു മോഡൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഫ്യൂച്ചേഴ്സിൽ ഓവർനൈറ്റ് ഹോൾഡിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചില ഫോംസ് ഓവർനൈറ്റ് ഹോൾഡിംഗ് ഒന്നും അലൗഡ് അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു 15 മിനിറ്റ് എൻട്രി മോഡൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മീൻസ് അത് ടാർഗറ്റിലോട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം ചിലപ്പോൾ എടുക്കും. ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ CFDയിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, കുഴപ്പമില്ല. ആൻഡ് സ്വിംഗ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾ പ്യൂർ ഇൻട്രാഡേ ആണെങ്കിൽ ഒരു 5 മിനിറ്റിൽ എൻട്രി വരുന്ന രീതി. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് HTF ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, 1 ഡേ ടൈം ഫ്രെയിം യൂസ് ചെയ്യാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ബയാസ് നോക്കാം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് MTF ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം. സോ MTF ആയിട്ട് മീഡിയം ടൈം ഫ്രെയിം ആയിട്ട് നമുക്കിവിടെ 1 അവർ യൂസ് ചെയ്യാം. ഓക്കെ. 1 അവറിലായിരിക്കും നമ്മളിവിടെ സ്ട്രക്ചർ ആൻഡ് PDA റേസ് നോക്കണം, അല്ലെങ്കിൽ POIs, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, സിമ്പിളായിട്ട് പറയാം, POI. ആൻഡ് പിന്നെ എൻട്രി ടൈം ഫ്രെയിം ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എൻട്രി ടൈം ഫ്രെയിം ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലോ ടൈം ഫ്രെയിം ആയിട്ട് നമുക്കിവിടെ 1 മിനിറ്റ് യൂസ് ചെയ്യാം. സോ 1 മിനിറ്റിലാണ് നമ്മുടെ എൻട്രി വരുന്നത്. ഓക്കെ. സോ ഇൻട്രാഡേ ആണെങ്കിൽ ഈ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാം. പിന്നെ സ്കാൽപ്പിംഗ് ആണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യണത് സ്കാൽപ്പിംഗ് ആണ്. സ്കാൽപ്പിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഓക്കെ. സോ ഹൈ ടൈം ഫ്രെയിം ആയിട്ട് 4 അവർ യൂസ് ചെയ്യും. 4 അവറിൽ ഞാൻ ബയാസ് നോക്കും. ആൻഡ് MTF ആയിട്ട് ഞാൻ 15 മിനിറ്റ് യൂസ് ചെയ്യും. സോ 15 മിനിറ്റിൽ ഞാൻ നോക്കണത് ഈ പറഞ്ഞ പോലെ സ്ട്രക്ചർ പ്ലസ് POIs അല്ലെങ്കിൽ PDA റൈസ്. ആൻഡ് ലോ ടൈം ഫ്രെയിം ആയിട്ട് ഞാൻ യൂസ് ചെയ്യണത് 1 മിനിറ്റ് ആണ്. 1 മിനിറ്റിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. ഓക്കെ. ഈ ഒരു രീതിയിലാണ് ഇത് കൈൻഡ് ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മോഡൽസ് ആണ്. സ്വിംഗ് ആണെങ്കിൽ ഈ ഒരു രീതി, ഇൻട്രാഡേ ആണെങ്കിൽ ഈ ഒരു രീതി, സ്കാൽപ്പിംഗ് ആണെങ്കിൽ ഈ ഒരു രീതി. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ആ ഒരു കാര്യം നിങ്ങൾ അറിയണമെങ്കിൽ ശരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഞാൻ ഈ 3 സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വർക്കായിട്ടുള്ളത് സ്കാൽപ്പിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു മോഡലിൽ ഞാൻ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണത്. അതായത് 4 അവർ 15 മിനിറ്റ് 1 മിനിറ്റ് എന്നുള്ള രീതിയിൽ 1 മിനിറ്റ് എൻട്രി എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കണം. ഓക്കെ. നിങ്ങൾക്ക് 3 ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതാണ് വർക്ക് ആവണത് അതിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ. ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയുടെ അകത്ത് ഞാൻ എൻ്റെ സ്ട്രാറ്റജി റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയുടെ അകത്ത് ഞാൻ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലോട്ട് ചോദിച്ചോളൂ. ആൻഡ് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.